അതാ നോക്കൂ മുറ്റത്തൊരു മൈന. ഹായ് മസ്താനിയോട് ഇന്ന് മസ്തിയായിട്ട് ഞാനുണ്ടെന്ന്. വസു ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയാനുള്ള ഒരു സംഭവമൊക്കെയോ? ബിഗ് ബോസിന് ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്തൊരു തള്ളണത്, നമ്മളെന്തിനായുള്ള തള്ള കേൾക്കണത്? അവർക്ക് തന്നെ വിഷമമാണ്. എന്താണ് ബിൻസി, ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾക്ക് സങ്കടം. അവരെ ആശ്വസിപ്പിക്കലാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേജ്. എന്നാൽ ഒരു മയമില്ലാത്ത തള്ളായി പോയി. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. എവിടെ പോയാലും ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓടി വന്നിട്ട് ആദ്യം പറയുന്നത് ഒരു സങ്കടമാണ്, പിന്നെ ഒരു സെൽഫി എടുക്കും. എന്റെ നായരെ, ഒരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നരുത്. ഇന്നൊക്കെ ഒരു കുഴപ്പമുണ്ട്, തന്നെ താൻ പൊക്കി പറയാ, അത് കുറച്ച് കൂടുതലാ. പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തെ പൊതുവെ ഗാലറി ബിൻസിക്ക് എതിരായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? പിന്നെ യൂട്യൂബ്സിന്റെ അടിയിലും റീസെന്റ് ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ബിൻസി എവിക്റ്റ് ആയത് നന്നായി എന്നുള്ളൊരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്തുനിന്ന് കാണുന്നത്. കിട്ടിയല്ലോ, ഇവിടെ ഇരി. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറഞ്ഞ് നമുക്ക് തിരുത്താൻ പറ്റത്തൊന്നുമില്ലല്ലോ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബിൻസി എവിക്റ്റ് ആയത് എന്തുകൊണ്ട് നന്നായി എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നതായിട്ട് കേൾക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഭാവിയിൽ ഇപ്പോഴാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു ടോപ്പിക് അപ്പാനിശരത്തിന്റെ പേരിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നീ എന്നെ ആക്കല്ലോ. ഈ പറഞ്ഞ പോലെ ബിൻസി അപ്പാനി കുറച്ചൊരു പൊടിക്ക് ഓവർ അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.